Hello Makkals, welcome back to Silent Learning. It's me Sri Bhama SB. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അടിപൊളി മക്കളായിട്ടിരിക്കുന്നില്ലേ അല്ലേ? അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് അറിയേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തി ആവാൻ, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഹെൽത്തി ആവാൻ എന്തൊക്കെ ലിവിങ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കേസ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഹെൽത്തി ലിവിങ് ഹാബിറ്റ്സിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഹെൽത്തി ആവാന്നുള്ളത് ദാറ്റ് ഈസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യണം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമുക്കൊരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഫുഡീസ് ആയിരിക്കും, ഇഷ്ടപ്പെട്ട കുറെ ഫുഡുകൾ ഉണ്ടായിരിക്കും അല്ലെ. ബിരിയാണി ഇഷ്ടമായിരിക്കും, മന്തി ഇഷ്ടമായിരിക്കും, പിസ്സ, ബർഗർ, അങ്ങനെ കുറെ സാധനം ഇഷ്ടമായിരിക്കും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത്, കഴിച്ചു പോകുന്ന സമയത്തും കഴിക്കുന്ന സമയത്തൊക്കെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ വേണമെങ്കിൽ എന്താ പറയുക, ഹെൽത്തി ഹാബിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ലൈക്ക് എന്താ പറയുക, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനൊരു കൾച്ചർ ഉണ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ തന്നെ. എന്ന് വെച്ചാൽ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡ് മിസ് ഇവിടെ വെച്ചിരിക്കുന്നു. ബർഗറും പിസയും ബിരിയാണിയും ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഈ സാധനമൊക്കെ നമുക്ക് ഇങ്ങനെ ഞാൻ തരുവാണ്. എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് കഴിക്കാവോ? ഇങ്ങനെ ഒറ്റയടിക്ക് ഇരുന്ന് വെച്ച് അങ്ങനെ വാരി വലിച്ച് കഴിക്കുകയാണോ ചെയ്യേണ്ടത്? അതിനൊരു ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലിവിങ് ഹാബിറ്റ്സിൽ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലീൻ ഈറ്റിംഗ് സ്പേസ്. നന്നായിട്ട് നമ്മളിപ്പോ ബൈ ചാൻസ് നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കുക, വൃത്തിയാക്കിയിട്ട് മറ്റൊരാൾ കഴിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് അത് ക്ലീൻ ആയിട്ട് തോന്നണം. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്ലീനിങ് സ്പേസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കൈ നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെ. ഹാൻഡ് വാഷ് ഇട്ടിട്ടോ സോപ്പ് ഇട്ടിട്ടോ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. സോ വാഷിംഗ് ഹാൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അസുഖങ്ങൾ, ഡിസീസസ് ഒക്കെ ഒരുപാട് വരുന്ന സമയമായതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ക്ലീൻ ആക്കി വെക്കുക നമ്മുടെ ബോഡി. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഡി? അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കീപ് ഡിസിപ്ലിൻ. നമ്മൾ വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല, മറിച്ച് പതിയെ പതിയെ കഴിക്കുക, വൃത്തിയായിട്ട് കഴിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഡിസിപ്ലിനോട് കൂടിയിട്ട് കഴിക്കുക. ലൈക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തായിക്കോട്ടെ, ഈവൻ സ്റ്റഡി ടൈം ആയിക്കോട്ടെ, ഏത് സമയമാണെങ്കിലും ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. നമ്മളൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഈ ആൾ കൊള്ളാന്ന് പറയണമെങ്കിൽ അയാൾക്കൊരു ബേസിക് ആയിട്ട് ഒരു ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെയിൻ സാധനമാണ് നമ്മൾ ഈ ബാലൻസ് ചെയ്യുക. കഴിക്കുന്ന സാധനങ്ങള്, ഒരുപാട് സാധനങ്ങൾ ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ബേക്കറി പറയുമ്പോൾ നിങ്ങൾ പൊരിച്ചതും വറുത്തതും അതും ഇതൊക്കെ ഒരുപാട് എടുത്ത് കഴിച്ചു വിചാരിച്ചോ ഈ പിസയും ബർഗറും സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഹാബിറ്റ്സ് അല്ല. കാരണം നമ്മുടെ ഡയറ്റോട് കൂടിയിട്ട്, നിങ്ങളിപ്പോൾ ചെറിയ പ്രായമാണ്, നിങ്ങൾക്ക് എന്തും കഴിക്കാം, ബട്ട് എങ്കിലും ഒരു ബാലൻസിങ് ഡയറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എല്ലാ സാധനവും വേണം. ഇലക്കറികൾ വേണം, പച്ചക്കറികൾ വേണം, വെജിറ്റബിൾസ് വേണം, ഫ്രൂട്ട്സ് വേണം, അതേപോലെ ലീഫുകളിലുള്ള കുറേ സാധനങ്ങൾ ആഡ് ചെയ്യണം, ഫൈബേഴ്സ് ആഡ് ചെയ്യണം, വൈറ്റമിൻസ് ആഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളൊരു ഫുഡിനെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ലൈക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പല രീതിയിൽ എഗ്ഗ് കഴിക്കണം, മിൽക്ക് കുടിക്കണം, അതേപോലെ തന്നെ ഇലക്കറികൾ കഴിക്കണം എന്നൊക്കെ പറയാനുള്ള റീസൺ അതാ. അപ്പൊ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഈറ്റിംഗ് എന്ന് പറയുന്നത്, ബാലൻസിങ് ഇൻ ഈറ്റിംഗ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മൾ ഇഷ്ടമുള്ള എല്ലാ സാധനവും കഴിക്കല്ല, മറിച്ച് എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ, ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് ദ പ്രോപ്പർ കൺസേൺ അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഹാബിറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കാം, നമ്മൾ മര്യാദയ്ക്ക് കഴിക്കുന്നുമില്ല, നമ്മൾ മര്യാദയ്ക്ക് അല്ലാണ്ട് ചില സമയത്ത് കൂടുതൽ കഴിക്കുകയും ചെയ്യൊക്കെ ആണെങ്കിലും പ്രശ്നമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കഴിക്കാതിരുന്നാൽ നമുക്ക് അസുഖങ്ങൾ വരുവാടാ. നമുക്ക് ഫുഡൊന്നും കഴിക്കാതിരുന്നാൽ നമുക്ക് എനർജി ലോ ആവും, നമ്മുടെ വെയിറ്റ് കുറയാൻ തുടങ്ങും, നമുക്ക് അസുഖങ്ങൾ വരും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസസ് വരും. ഒരുപാട് കഴിച്ചാലും നമുക്ക് കൂടുതൽ ഫാറ്റ് വരും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്ക് തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ പെട്ടെന്ന് കിതയ്ക്കാൻ തുടങ്ങും, നമുക്ക് ഒരു വർക്കും ചെയ്യാനുള്ളൊരു എനർജിയും കാര്യങ്ങളും ഇല്ലാത്ത അവസ്ഥ വരും. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് എന്തോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതും വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ സെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം, ഗെയിമുകൾ കളിക്കണം അല്ലെ. അതും ഓൺലൈൻ ഗെയിം അല്ല മിസ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യേണ്ടത്, നമ്മൾ ഗെയിംസ്, നമ്മൾ പുറത്തു പോയിട്ടുള്ള കളികളൊക്കെ ഉണ്ടാവില്ലേ, ഓടുക, ചാടുക, റൺ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ എക്സസൈസ് ചെയ്യുക, യോഗ, സൂംബ. നിങ്ങളുടെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കുറേയൊക്കെ സൂംബയൊക്കെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാ, നിങ്ങളുടെ ബോഡി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ. അപ്പൊ അതുപോലെയുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ നമ്മൾ എപ്പോഴും ബോഡി ആക്റ്റീവ് ആക്കുക. നമ്മുടെ ബോഡി എപ്പോഴും മടിപിടിച്ചിരിക്കരുത്. നിങ്ങളൊക്കെ ചെറിയ പ്രായമാണ്, നിങ്ങളൊക്കെ ഓടിച്ചാടി നടക്കേണ്ട പ്രായമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, പുറത്ത് പോയിട്ട് ഗെയിമും കാര്യങ്ങളും ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളിക്കാം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി നിങ്ങൾ സെറ്റ് ആക്കുക കേട്ടോ. സോ ഫുഡ് ഈസ് വൺ ഓഫ് ദ ബേസിക് നീഡ് ഫോർ ഹ്യൂമൻ ബീയിങ് അപ്പാർട്ട് ഫ്രം ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. നമുക്ക് നല്ല ഡ്രസ്സ് വേണം, നമുക്ക് നല്ല വസ്ത്രങ്ങൾ വേണം, അതേപോലെ നമുക്ക് ഷെൽട്ടർ വേണം, ഒരു വീട് വേണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഫുഡ്. വാട്ടർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇറ്റ് ഈസ് നെസസറി ടു ഗീവ് us the energy for the function to maintain the body process to keep us alive. നമ്മളെ നല്ല എനർജറ്റിക് ആക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചാണ്. നല്ല ഫുഡ് കഴിച്ചാൽ നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല രീതിയിൽ കഴിച്ചാൽ നല്ല എനർജറ്റിക് ആയിരിക്കും. To stay healthy, eating various food that provide essential nutrition. This vanille variety ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണം. The body needs carbohydrate, protein, fat, fiber, vitamins, minerals and maintain all the organs to function well. നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരുപാട് ഓർഗൻസ് ഇല്ലടാ. ഹാർട്ടും കിഡ്നിയും അത് ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ആൻഡ് എക്സസ് യൂസ് ഓഫ് ജങ്ക് ഫുഡ് അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെൽത്തിനെ നശിപ്പിക്കുന്നു. ലീഡിങ് ടു ഒബീസിറ്റി, ഡെഫിഷ്യൻസി ഡിസീസസ്. അപ്പൊ അത് ഭയങ്കര സീനാണ്. ജങ്ക് ഫുഡ് ഒരുപാട് കഴിച്ചാൽ, പിസി ബർഗർ സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ പ്രശ്നമില്ല. എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമാണ്. നമ്മുടെ കാര്യം ഏകദേശം തീരുമാനമാവും. സോ അതുകൊണ്ട് തന്നെ ബാലൻസിങ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഇവൻ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. അപ്പൊ സെറ്റ് ആക്കുക, റെഡി ആക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ. സീ യു മക്കളെ.